ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. മാരുതി സുസുക്കിയുടെ ഒരു പുതിയ SUV എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റിങ്ങിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ വിറ്റാര അല്ലെങ്കിൽ EVX കോൺസെപ്റ്റിൻ്റെ ടെസ്റ്റ് മ്യൂളാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ഒരു പുതിയ SUV കൂടെ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ വാഹനത്തിന് ചെറിയൊരു ഗ്ലിംസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നു ഈ വാഹനത്തെ പറ്റി തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൊത്തം പ്രപ്പോർഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാൻഡ് വിറ്റാര ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ചിലപ്പം നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ EVX അല്ലേ അല്ലെങ്കിൽ വിറ്റാര അല്ലേ എന്ന് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. പക്ഷേ എന്നാൽ ആ വണ്ടി അല്ല. കാരണം ഇതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ടിലായിട്ട് ചാർജിങ് പോയിന്റ് ഒന്നും വരുന്നില്ല. മാത്രമല്ല ബാക്കിൽ നമുക്കൊരു എക്സോസ്റ്റ് പൈപ്പും വരുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിനൊരു EVയുടേതായിട്ടുള്ള യാതൊരു ക്യാരക്ടറിസ്റ്റിക്സും ഇല്ല. ഇനി അത് മാത്രമല്ല, നമ്മളല്ലാതെ എടുക്കുകയാണെങ്കിലും ഈ വാഹനത്തിന് ഡോറിൻ്റെ ഡിസൈൻ, സൈഡിലത്തെ ഒരു മൊത്തത്തിലുള്ള ഹാങ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ പാറ്റേൺ എല്ലാം നമ്മൾ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഗ്രാൻഡ് വിറ്റാരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. ഇനി ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അത്യാവശ്യം വ്യത്യാസം കാണാം. അപ്പോൾ ഇത് എന്താണ് എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത്. സംഭവം സിമ്പിളാണ്. ഇതിന് മുന്നേ നമുക്ക് ഗ്രാൻഡ് വിറ്റാറാക്കി കുറച്ച് കാലം കൊണ്ട് തന്നെ Y17 എന്ന് പറഞ്ഞൊരു കോഡ് നെയിമിൻ്റെ ഒരു റൂമർ വന്നായിരുന്നു. ഓട്ടോക്കാരൻ്റെയാണ് ഒരു കോഡ് നെയിം പുറത്തു വിട്ടത്. അത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ബേസ്ഡ് ആയിട്ടുള്ള ഒരു 7 സീറ്റർ വാഹനത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു. ഇതിപ്പം അവർ ആ വാഹനമാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ മീഡിയ ഹൗസ് എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് അതങ്ങനെ ആവാതിരിക്കാനുള്ള സാധ്യതയും കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം ഈ വാഹനത്തിന് നമ്മൾ ഗ്രാൻഡ് വിറ്റാരയുടെ പ്രൊപ്പോർഷൻസ് ഒക്കെ സിമിലർ ആണെന്ന് പറയുകയാണെങ്കിലും ഗ്രാൻഡ് വിറ്റാര വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം റിയർ ഓവർഹാങ് വരുന്നുണ്ട്. അത് സാധാരണ കമ്പനികൾ ചെയ്യാറുള്ളത് നമുക്ക് ആ ഒരു അഡീഷണൽ തേർഡ് റോ സീറ്റ്സ് അക്കോമഡേറ്റ് ചെയ്യാനാണ്. ഇപ്പം ക്രെറ്റ എടുത്തവർ എൽക്കസാർ ആക്കിയ സമയത്ത് നമുക്ക് ആ ഒരു അഡീഷണൽ റിയർ ഓവർഹാങ് കാണാൻ പറ്റിയിരുന്നു. ഏകദേശം അതുപോലുള്ളൊരു സംഭവം ഈ വാഹനത്തിലും അവർ പിടിച്ചിട്ടുണ്ട്. അത് ആ ഒരു റിയർ പ്രൊഫൈലിലേക്കൊക്കെ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ ഒരു സൈഡ് ലുക്കൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കത് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള വണ്ടിയായിട്ടാണ് അവർക്ക് മാർക്കറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഗ്രാൻഡ് വിറ്റാരയുടെ 7 സീറ്റർ എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും വാങ്ങാൻ പോകുന്നില്ല. സോ ബേസിക്കലി അവർ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ അത്യാവശ്യം നന്നായിട്ട് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ബലേനോ എടുത്ത് ഫ്രോങ്സ് ആക്കില്ലേ, അപ്പോൾ ചെയ്ത പോലെ തന്നെ ഫ്രണ്ടും ബാക്കും കാര്യമായിട്ടുള്ള റീഡിസൈൻ തന്നെയാണ് സുസുക്കി ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ORVMs അല്ല, നമ്മുടെ ഫ്രണ്ടിലത്തെ DRLs, ഹെഡ്ലൈറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ കാണാം. അതൊക്കെ എന്തായാലും ഗ്രാൻഡ് വിറ്റാര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിൽ നല്ല വ്യത്യാസമുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ഗ്രില്ല്, ബമ്പർ തുടങ്ങിയ കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്. ആകപ്പാടെ നമുക്ക് ORVMs അതുപോലെ സൈഡിലത്തെ ഒരു ഡിസൈനൊക്കെ നല്ല സിമിലർ ആയിട്ട് പറയാം. അലോയ് വീൽസിൻ്റെ സൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. 18 ഇഞ്ച് എങ്ങനെയായാലും ആവുമായിരിക്കും. കാരണം ഈ സെഗ്മെന്റിൽ ഒരു സ്റ്റാൻഡേർഡ് സൈസ് വരുന്ന 18 ഇഞ്ചാണ്. ആൻഡ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന വീൽസ് അത്യാവശ്യം നല്ല സൈസ് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിൽ 17 ഇഞ്ച് വീൽസാണ് വരുന്നത്. ആൻഡ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു സൈഡ് പ്രൊഫൈലിൽ നമ്മുടെ റിയർ ഓവർഹാങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ഗ്രാൻഡ് വിറ്റാര തന്നെയാണ്. ലെങ്ത് ഒന്നും നമുക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ എന്നാലും 4.5 മീറ്റേഴ്സിനടുത്തൊക്കെ എക്സ്പെക്ട് ചെയ്യും. ഗ്രാൻഡ് വിറ്റാരയുടെ 4.35 മീറ്റേഴ്സിനടുത്താണ് നിൽക്കുന്നത്. 4.5 to 4.6 മീറ്റേഴ്സിനടുത്തായിരിക്കും ഇതിന് മാക്സിമം വരുന്നത്. അതിൽ കൂടുതൽ എന്തായാലും പോകാനുള്ള സാധ്യതയില്ല. പിന്നെ ഇതവർക്ക് ഭയങ്കര ഒരു പ്രീമിയം ഓഫറിംഗ് ആയിട്ട് കൊടുക്കാനും പറ്റില്ല. കാരണം ഇൻവിക്ടോയുടെ XL6ൻ്റെ ഇടയിലേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻവിക്ടോയുടെ അത്ര ഒന്നും എന്തായാലും പോകില്ല. അത് പിന്നെ ഹൈക്രോസിൻ്റെ റീബാസ്റ്റ് ആണല്ലോ. പക്ഷെ എന്തായാലും XL6ൻ്റെ ഒരു പ്രീമിയം ഓൾട്ടർനേറ്റീവ് ആയിട്ട് അവർക്ക് വേണേൽ കൊടുക്കാം. കാരണം ഇപ്പോഴത്തെ കാലത്ത് എർട്ടിഗയുടെ സെയിൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനൊരു വാഹനത്തിൻ്റെ പോസിബിലിറ്റി ആലോചിച്ചത്. എർട്ടിഗയ്ക്ക് ഇപ്പോൾ ചില മാസങ്ങളിൽ 12,000 to 15,000 ഇടയിലൊക്കെ സെയിൽ കിട്ടാറുണ്ട്. അത് സിഗ്നിഫിക്കൻറ്റ് സെയിലാണ്. ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു 7 സീറ്റർ MPV എന്നുള്ളൊരു കേസ് എടുക്കുന്ന സമയത്ത് കൂടുതലും ടാക്സി യൂസിനൊക്കെ ആയിരിക്കും ആൾക്കാർ വാങ്ങുന്നത്. പക്ഷെ എന്നാൽ പോലും അത്രയും സെയിൽ ഒരു MPVക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതുവരെ അത്രയും കിട്ടിയിട്ടില്ല ഒരു വാഹനത്തിനും. അങ്ങനെയാണെങ്കിൽ MPV എന്ന് പറയാതെ തന്നെ ഒരു SUV ആയിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയായിരിക്കും ഈ വാഹനത്തിൻ്റെ ഒരു ജനനം വന്നത്. ഏതായാലും റിയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും നമുക്കിവിടെ ഗ്രാൻഡ് വിറ്റാരയുടെ പ്രപ്പോർഷൻസ് ഒക്കെ ഏകദേശം കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ ടെയിൽ ലാംപ്സും സംഭവങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിൽ കുറച്ചൊരു ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്ന പോലത്തെ സ്ട്രേറ്റ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനെയല്ല, കുറച്ച് കർവ് ഉണ്ട്. നിങ്ങളെ എൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വളവ് ഇങ്ങനെ വരുന്ന പോലെ കാണാം. ചെറുതായിട്ട് അങ്ങോട്ട് സ്ലോപ്പ് ചെയ്യുന്ന പോലെയാണ് അവരത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് തന്നെയാണ് ഇതിനകത്ത് ആ ഒരു എലമെൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് കാണാം. കറക്റ്റായിട്ട് നമുക്ക് ഈ ഇമേജിലെ ലൈറ്റ് പോകുന്ന കാണുമ്പോൾ മനസ്സിലാവും. ഇതിലെ ബ്രേക്ക് ലൈറ്റ് ആണ്. നമുക്ക് മുകളിൽ റൂഫ് മൗണ്ടഡ് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. അതുപോലെ താഴത്തെ ബ്രേക്ക് ലൈറ്റും കത്തുന്നുണ്ട്. ആൻഡ് അതൊക്കെ അത്യാവശ്യം നല്ലൊരു പുതിയ ഡിസൈൻ ചേഞ്ച് ആയിട്ട് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഏതായാലും ഡിസൈൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ ബാക്കിലത്തെ ടെയിൽ ഗേറ്റും അങ്ങനത്തെ സാധനങ്ങളിലൊന്നും ഒരുപാട് ചേഞ്ച് പ്രതീക്ഷിക്കരുത്. ബമ്പറിൻ്റെ ഡിസൈനിലൊക്കെ എന്തായാലും നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഒക്കെ കാണാൻ പറ്റും. അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഷാർക്ക് ഫിൻ ആൻറ്റിന, റൂഫ് റെയിൽസ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഡെഫിനറ്റ്ലി അവൈലബിൾ ആണ്. അതുപോലെ ഒരു റിയർ സ്പോയിലറും അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മെയിൻ വ്യത്യാസം വരുന്ന ഇവിടെ ഒന്നുമല്ല. ഞാനിപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു ഇതായിട്ട് ഇതിന് തമ്മിലൊക്കെ കൊടുക്കാനുള്ള റീസൺ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് വാഹനത്തിന് ആവശ്യമുള്ള മൈക്രോഫൈബർ ക്ലോത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആക്സസറീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ചാനലിലെ പ്രൊഡക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഒന്നെങ്കിൽ നിങ്ങൾ വ്യൂ പ്രൊഡക്ട്സ് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കിട്ടും. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിന് ചെറിയൊരു സ്പൈ ഷോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ വാഹനത്തിൻ്റെ വലിയ ഇൻഫോടൈം സിസ്റ്റം ആണ്. ഇതിപ്പോൾ നമുക്കുള്ള 9 ഇഞ്ചസിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും വലുപ്പം കൂടുതലാണ്. കാരണം അത് അവർ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല വലുപ്പം ഉണ്ട് എന്നുള്ളത്. മിനിമം 10 ഇഞ്ച് ആയിരിക്കും. പക്ഷേ 10 ഇഞ്ചിനെ
10-നേക്കാൾ കൂടുതൽ സൈസ് തന്നെ തോന്നുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ 11 or 12 ഇഞ്ച് ഒക്കെ ആയിട്ടാണ് തോന്നിയത്. ഈ സെഗ്മെൻറ്റിൽ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. പിന്നെ ടാറ്റയൊക്കെ 12.3 ഇഞ്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ക്രെറ്റയിലും സെൽറ്റോസിലൊക്കെ നമുക്ക് ഇപ്പോഴും 10.25 ഇഞ്ച് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ അവരുടെ ഓൾറെഡി സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഇൻഫോടൈം സിസ്റ്റം 9 ഇഞ്ച് ആയതുകൊണ്ട് 10 ഇഞ്ചിലേക്ക് പോകുന്ന അത്ര വലിയൊരു സിഗ്നിഫിക്കൻറ്റ് അപ്ഗ്രേഡ് ആയിട്ട് ആർക്കും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടെ മുകളിലേക്ക് പോയിട്ട് 11 or 12 ഇഞ്ച് സൈസ് വരെ കയറിയതുപോലെയാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത്. നമുക്കിപ്പം ബാക്കി AC1 ഡിസൈനൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. കണ്ടാൽ നമുക്ക് കറക്റ്റ് ഗ്രാൻഡ് വിറ്റാര എന്താണോ അതുപോലെയൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ മുകളിൽ നല്ല വലുപ്പമുള്ളൊരു സാധനം ഇങ്ങനെ എടുത്ത് വെച്ചൊരു ഫീലാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. പിന്നെ ബാക്കിയല്ലാതെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഡിസൈൻ, അതൊക്കെ എന്തായാലും നമുക്ക് പ്രീവിയസ് മോഡലുമായിട്ടൊക്കെ തന്നെ സിമിലർ ആയിരിക്കും. ഈ ഒരു ഇൻഫോടൈം സിസ്റ്റം മാറുന്നതുകൊണ്ട് എന്തായാലും നമുക്ക് കയറുമ്പോൾ ഒരു ഫീൽ എന്തായാലും മാറും. കാരണം ഇപ്പം കമ്പനികളൊക്കെ ഭയങ്കര സൈസ് കൂടി ഇൻഫോടൈമിൻ്റ് ആണല്ലോ കൊടുക്കുന്നത്. MG വിൻസറിലൊക്കെ നമുക്ക് 15 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റത്തിനടുത്താണ് സൈസ് വരുന്നത്. ഇങ്ങനൊരു അപ്ഡേറ്റ് ഈ വാഹനത്തിൽ വരുന്നതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം ഉണ്ടാകാൻ പോകുന്നത് ഗ്രാൻഡ് വിറ്റാരയ്ക്കാണ്. കാരണം അവർക്ക് അതിൻ്റെ ചെറിയൊരു മൈനർ ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് പോലെ എന്തെങ്കിലും ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന പുതിയ ഫീച്ചേഴ്സ് എല്ലാം ഗ്രാൻഡ് വിറ്റാറിലും കൊടുക്കാൻ പറ്റും, ഡിസൈൻ എക്സ്റ്റീരിയറിൽ മാറ്റാതെ തന്നെ. പൊതുവേ നമ്മുടെ മാരുതി സുസുക്കി എന്ന് പറയുമ്പോൾ ഒരു വാഹനം എടുത്തൊരു 3-4 വർഷത്തിനുള്ളിലൊക്കെ ഒരു മൈനർ ഫേസ് ലിഫ്റ്റ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2018 തേർഡ് ജനറേഷൻ വന്നു, 2021 അവർ അതിൻ്റെ ഒരു മൈനർ അപ്ഡേറ്റ് കൊടുത്തു, ഒരു ചെറിയ ഫേസ് ലിഫ്റ്റ്. 2024 നമുക്ക് പുതിയ ജനറേഷനും കിട്ടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാര 2022 വന്ന് 25 ആകുമ്പോഴേക്കും ഇതിന് വേണമെങ്കിൽ നമുക്ക് മറ്റേ വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന അതുപോലത്തെ ഫീച്ചേഴ്സൊക്കെ കൊടുത്ത് ഒരു മൈനർ അപ്ഡേറ്റ് ഇറക്കാം. ഇതിനെന്തായാലും ഇപ്പോൾ 9 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ഉള്ളൂ, കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുമ്പോൾ. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ഫേസ് ലിഫ്റ്റ് ക്രെറ്റയും സെൽറ്റോസും ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പിന്നെ സെൽറ്റോസിൻ്റെ അടുത്ത ജനറേഷൻ അടുത്ത വർഷം 2025 വരുന്നുണ്ട്, അതിന് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ വേറെ ലെവലായിരിക്കും. അപ്പോൾ പിന്നെ ആ വണ്ടിയായിട്ട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഉറപ്പായിട്ടും സുസുക്കി എന്തെങ്കിലും കാര്യമായിട്ട് ഈ ഒരു വാഹനത്തിൽ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തായാലും മറ്റേ വണ്ടിയിൽ പുതിയതായിട്ട് ഒരു ഫീച്ചേഴ്സ് കൊടുക്കുന്ന ഗ്രാൻഡ് വിറ്റാരിലും വന്നേ പറ്റൂ. പിന്നെ അതിൻ്റെ അകത്ത് പുതിയതായിട്ട് ഫീച്ചേഴ്സ് വരുന്നു എന്ന് പറയുമ്പം ഓൾറെഡി അൽക്കസാറും അതുപോലെ സഫാരിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ 7 സീറ്റർ അബവ് 4 മീറ്റർ SUV എന്നുള്ള രീതിയിൽ നോക്കുമ്പം ആ ഒരു പ്രൈസ് പോയിന്റ് ചിലപ്പം ചില വേരിയൻസ് ഒക്കെ ഓവർലാപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് സഫാരിയുടെ മിഡിൽ വേരിയൻറ്റ്, ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റ്, അങ്ങനെയൊക്കെ ആയിട്ട്. സഫാരി മാത്രമല്ല XUV700 എന്തായാലും പ്രൈസ് ഓവർലാപ്പ് ചെയ്യും. അതുപോലെ സ്കോർപ്പിയോൻ, ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ പ്രൈസ് ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മൊത്തമായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു റൈവലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വാഹനമാണ്. അത്യാവശ്യം നല്ല പൊട്ടൻഷ്യലുള്ള വാഹനമാണ്. പക്ഷേ ഇവരത് ഒരുപാട് സെയിൽസ് എക്സ്പെക്ട് ചെയ്യാണ്ടിരുന്നാൽ മതി. ഗ്രാൻഡ് വിറ്റാരൊക്കെ വിൽക്കുന്ന പോലെ എല്ലാ മാസവും 10,000 വെച്ചൊക്കെ വിൽക്കുമെന്നൊക്കെ സെയിൽസ് ടാർഗറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ 5,000-ത്തിനടുത്തൊക്കെ ടാർഗറ്റ് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈസിലി അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന സെയിലാണത്. പ്രത്യേകിച്ച് അവരെ XL6 എർട്ടിയയ്ക്ക് പകരം മോഡിഫൈ ചെയ്തൊരു പ്രീമിയം വേർഷനായിട്ട് ഇറക്കിയപ്പോൾ ആൾക്കാർ അത്രയ്ക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തില്ല. കാരണം അതിന് സെയിലൊക്കെ 2,000-3,000 ഒക്കെ മാക്സിമം വരുന്നുള്ളൂ. പക്ഷേ എന്നാൽ ഇത് അതുകൊണ്ട് തന്നെ ഒരു മൊത്തമായിട്ടൊന്ന് റീഡിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് ഫീച്ചേഴ്സും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. XL6 അങ്ങനെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. മാത്രമല്ല നമുക്ക് അതിൻ്റെ അകത്ത് ഫ്രണ്ട് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് എർട്ടിക്കാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ബാക്കിൽ നിന്നൊക്കെ. പക്ഷേ എന്തായാലും ഇതിൻ്റെ കാര്യത്തിൽ അതിൽ നിന്നൊക്കെ മാറ്റിപ്പിടിച്ചാണ് ഇവർ ഇപ്പോൾ ഈ ഒരു അപ്രോച്ച് പിടിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്തോരം വ്യത്യാസങ്ങളാണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നതെന്നും അതുപോലെ എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജി അവർ ഉദ്ദേശിക്കുന്നത് എന്നും. ഇപ്പോൾ ക്രെറ്റ എടുത്ത ഒരു എൽക്കസാർ ആക്കിയ സമയത്തേക്ക് ഉണ്ടായ അത്യാവശ്യം നല്ലൊരു ഹൈ പ്രൈസ് പോയിൻ്റാണ് പിടിച്ചത്. അതുപോലെ തന്നെ ഇവർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം സെയിൽസ് എൻ്റെ ഒരു നമ്പർ കുറയും, പക്ഷേ പ്രോഫിറ്റ് മാർജിൻ കൂടും. വേണമെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടെ സെയിൽസ് കൂട്ടിയിട്ട് പ്രോഫിറ്റ് മാർജിൻ കുറയ്ക്കാൻ പറ്റും. അതിന് പ്രൈസ് കുറച്ച് അടിച്ചാൽ മതി, അതാണ് സംഭവം. എന്തായാലും അടുത്ത വർഷം ഈ വാഹനം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവർ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഏകദേശം ഒരു 8 മാസം മുന്നേ ആണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഗ്രാൻഡ് വിറ്റാരയുടെ അല്ലെങ്കിൽ മാരുതി സുസുക്കിയുടെ പുതിയ 7 സീറ്റർ SUVയുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.